2019 ഫെബ്രുവരി മാസത്തിൽ ഞാൻ തൃശ്ശൂർ സിറ്റി ക്രൈംബ്രാഞ്ചിൽ SP അദ്ദേഹത്തിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ജോലി ചെയ്തു വരുന്ന സമയത്ത് തൃശ്ശൂർ സിറ്റിയുടെ കീഴിലുള്ള ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പാഞ്ഞാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത്, പാഞ്ഞാൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു സ്ഥലമാണ് പാഞ്ഞാൾ, ആതിരാത്രത്തിൻ്റെ സ്ഥലം. പാഞ്ഞാൾ അതിരാത്രം നടന്ന സ്ഥലം. ആ അതിരാത്ര ഭൂമിയോട് ചേർന്നിട്ട്, ആ അമ്പലത്തിനോട് ചേർന്നിട്ട് അവിടെ ഒരു അയ്യപ്പങ്കാവ് ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു റിട്ടയേർഡ് അധ്യാപിക, 60 വയസ്സ് പ്രായമുള്ള ഒരു റിട്ടയേർഡ് അധ്യാപിക കൊല്ലപ്പെട്ട നിലയിൽ ഡീകമ്പോസ്ഡായിട്ട് കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ സ്ക്വാഡിലെ എന്നെ SP അദ്ദേഹത്തെ അറിയിച്ചു. SP അദ്ദേഹം എന്നോട്, യതീഷ് ചന്ദ്ര സാറായിരുന്നു, എന്നോട് പറഞ്ഞു, അഷ്റഫെ അതൊന്ന് പോയി അന്വേഷിക്കുക, ഇങ്ങനെ കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് പറയുന്നു, ഒരു ഡീകമ്പോസ്ഡായിട്ടുള്ളൊരു ബോഡി കാണുന്നുണ്ട് വീടിനകത്ത്, കൊലപാതകമാണെന്ന് സംശയിക്കുന്നുണ്ട്, ഒന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞു. CI സാറിൻ്റെ കൂടെ ഒന്ന് പോയി അതിനെ സഹായിക്കുക, വേണ്ടത് കിട്ടുമോ, എന്താ ആരാ ചെയ്തതെന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ അതിൽ വന്നു. CI സാർ വന്ന് അവിടുത്തെ SI സാർ വന്നിച്ച് നേരെ സംഭവ സ്ഥലത്ത് വന്നു. വീടിനകത്ത് അർദ്ധ നഗ്നയായിട്ട് ഗുഹ്യഭാഗങ്ങളൊക്കെ പുറത്തേക്ക് കാണുന്ന വിധത്തിൽ അഴുകിയ നിലയിൽ ഒരു സ്ത്രീ ഇങ്ങനെ ഗുരുതരമായ തലയ്ക്കൊക്കെ പരിക്കേൽപ്പിച്ച് വളരെ ഇതായിട്ട് അഴുകിയ നിലയിൽ കാണുന്ന, വളരെ ദുർഗന്ധം എടുക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത്. പരിസരത്തൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, സാർ ഞങ്ങൾ ഈ ടീച്ചർ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഞങ്ങളാരും അവരുമായിട്ട് ബന്ധപ്പെടാറില്ല, അവിടേക്ക് പോകുന്നതൊക്കെ ആർക്കും ഇഷ്ടമല്ല, അവർ എല്ലാവരുമായിട്ട് എപ്പോഴും വഴക്കാണ്, പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളാരും ഇവിടേക്ക് പോകാറില്ല. ആരൊക്കെയോ വന്നു പോവാറുണ്ട്, എപ്പോഴൊക്കെയോ ആളുകൾ, പുരുഷന്മാരും എല്ലാവരും സ്ത്രീകളൊക്കെ വന്നു പോകുന്നുണ്ട്, ആരൊക്കെയാണ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, പരിസരത്തെ ആളുകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 2-3 ദിവസമായിട്ട് കാണാത്തതിൻ്റെ പേരിൽ പാൽക്കാരോ ആരോ ചെന്ന്, കേബിളുകാരോ ആരൊക്കെ ചെന്ന് നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ കാണുന്നത് എന്നുള്ള ഒരു മൊഴികളാണ് തരുന്നത്. ഇവർ ഒരു റിട്ടയർഡ് അധ്യാപികയാണ്, എന്നാൽ ഇവർക്ക് ചില ദുശ്ശീലങ്ങളുള്ളതായിട്ട് നാട്ടുകാർ പറയുന്നു. മദ്യപിക്കും, ചില കപ്പിൾസൊക്കെ അവിടെ വരാറുണ്ട്, അത്തരത്തിലുള്ള ചില വഴിവിട്ട ജീവിതങ്ങളായിരുന്നു എന്നൊക്കെ നാട്ടുകാർ പറയുന്നു. കൃത്യം ചെയ്തത് ആരാണെന്നറിയില്ല, ആരൊക്കെ വന്നു പോകുന്നറിയില്ല, ഒരു വിവരവുമില്ല. വളരെ കൊലപാതകമാണെന്ന് പ്രത്യക്ഷത്തിലേ നമുക്ക് അറിയാവുന്ന, എന്നാൽ റേപ്പ് വിത്ത് കൊലപാതകം, അങ്ങനെ ആ ഒരു ബലാത്സംഗം ചെയ്ത നിലയിലാണ്, അല്ലെങ്കിൽ അത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട നിലയിലാണ് മലർന്ന് വളരെ ഗുഹ്യഭാഗങ്ങളൊക്കെ കാണുന്നത്, അഴുകിയ നിലയിൽ കിടക്കുന്നത്. കേസിനെക്കുറിച്ച് ആർക്കും ഒരു ഐഡിയയില്ല, ആര് ചെയ്തു എന്നറിയില്ല. എന്നാൽ അന്വേഷണത്തിൽ സാർ ഞാൻ ചേർപ്പ് ഭാഗത്ത് എവിടെയോ ഉള്ള ഒരു നമ്പർ, രജിസ്ട്രേഷൻ നമ്പറിലുള്ളൊരു മോട്ടോർ സൈക്കിളാണ് തോന്നുന്നു, ഇവിടെ നിന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊരാൾ പറഞ്ഞു. അപ്പോൾ അതിലൊരു കാര്യമാക്കിയില്ല, അന്നത്തെ ദിവസമോ എപ്പോഴോ കാണാറുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ആർക്കും ഒരു കൊലപാതകത്തെ കുറിച്ചിട്ടോ ഇവരെ കുറിച്ചിട്ടോ ആർക്കും ഒന്നും പറയാനില്ല. ഇവരിങ്ങനെ ഏകാന്ത ജീവിതം നയിച്ചിരുന്ന ഒരാളാണ്, ആളുകൾ വന്നു പോയിരുന്നു, അങ്ങനെ ഒരു വഴിവിട്ട ജീവിതമായിരുന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ മറ്റ് യാതൊരു അറിവില്ല. നമുക്കാണെങ്കിൽ ആ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശസ്തമായ നമ്മുടെ ഈ യാഗമൊക്കെ നടന്ന, നമ്മുടെ പാഞ്ഞാൾ അതിരാത്രം നടന്നിട്ടുള്ള സ്ഥലത്തിനടുത്താണ്. അവിടെ ഒരു വലിയൊരു ക്ഷേത്രമുണ്ട്, അയ്യപ്പങ്കാവ് ക്ഷേത്രം, വലിയ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് പാഞ്ഞാൾ ഗ്രാമം. നിരവധി ഈ സിനിമകളിൽ, ഒരുപാട് സിനിമകളിൽ, ഡസൻ കണക്കിന് സിനിമകളിൽ ഉള്ളൊരു സ്ഥലമാണ് പാഞ്ഞാൾ. എൻ്റെ ഗ്രാമം കൂടിയാണ്, എൻ്റെ സ്ഥലം അവിടെയാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ ഇവിടെ അന്വേഷണത്തിന് വന്നുവെങ്കിലും ഞാൻ ആ പഞ്ചായത്തുകാരനാണ്, ഞാൻ പഠിച്ച സ്കൂൾ അതിനടുത്താണ്, അപ്പോൾ എൻ്റെ ഗ്രാമം കൂടിയാണ്, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ എനിക്ക് അവിടെ കുറേ ബന്ധങ്ങളും കുറേ ആളുകളായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഈ ടീച്ചറെ ഞാൻ അറിയില്ല, ഈ കൊല്ലപ്പെട്ട സ്ത്രീയെ ഞാൻ അറിയില്ല. എന്തായാലും അന്വേഷണം ഞങ്ങൾ ഏറ്റെടുത്തു, കുറേ ദിവസങ്ങൾ അന്വേഷിച്ചു, അവരുടെ കോൾ ഡീറ്റെയിൽസ് എടുത്തു. അവരുടെ കോൾ ഡീറ്റെയിൽസ് എടുത്തതിൽ ഫോണൊക്കെ സ്വിച്ച് ഓഫാണ്, ആരൊക്കെയോ വരുന്നതിനുള്ള വിവരങ്ങളൊന്നും അറിയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ നമ്പറുകളെല്ലാം ഓരോന്ന് വരുന്ന 100 കണക്കിന് നമ്പറുകളുണ്ട്. ഓരോന്ന് വെരിഫൈ ചെയ്ത് വന്നപ്പോൾ ഒരു നമ്പർ, അവിടുത്തെ ടവർ നമ്പർ എടുത്തു, ഒരു നമ്പർ ആ സംഭവ ദിവസം, ഏകദേശം കൊലപാതകം നടന്നു എന്ന് പറയുന്ന ഒരു 3 ദിവസം മുമ്പുള്ള സമയത്ത്, കൊലപാതകം നടന്നു പറഞ്ഞ സമയത്ത് ഒരു നമ്പർ അവിടെ വന്നതായിട്ടും, അതിൻ്റെ ഒരു 4 ദിവസം മുമ്പും ആ നമ്പർ അവിടെ വന്നതായിട്ടും, അതിൽ 1-2 കോളുകൾ വിളിച്ചതായിട്ടും കാണുന്നുണ്ട്. പിന്നീട് ഈ നമ്പർ അവിടെ നിന്ന് പോയി നേരെ എറണാകുളത്ത് പോയിരിക്കുന്നു. എറണാകുളത്ത് നിന്ന് ആ ആൾ നേരെ തമിഴ്നാട് പോയി, അങ്ങനെ ആന്ധ്ര പോയി, ഒറീസ പോയി, മഹാരാഷ്ട്രയുടെ ബോർഡർ വരെ പോയിട്ട് അവിടെയാണ് ലാസ്റ്റ് ലൊക്കേഷൻ കാണുന്നത്, മഹാരാഷ്ട്ര ബോർഡർ വരെ.
പക്ഷേ നമുക്കിത് ആരാണ് ആളെന്ന് അറിയില്ല. പക്ഷേ ഏതൊരു നമ്പറിൻ്റെയും എന്താ പറയുക, അതിൻ്റെ ഐഡിയുടെ അഡ്രസ് പ്രൂഫ് എടുക്കുമ്പോൾ കാഫ് എന്ന് പറയും ഞങ്ങൾ, കാഫ്. അതിൻ്റെ കാഫ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണുന്ന അഡ്രസ്സ് ഉണ്ട്, അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഇത് ഈ അഡ്രസ്സുകാരൻ തന്നെയാണോ ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല. അത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഒരു നമ്പർ, ഇപ്പോൾ എൻ്റെ നമ്പർ അല്ലെങ്കിൽ എൻ്റെ പേരിലുള്ള നമ്പർ ഞാൻ തന്നെ ആയിരിക്കണം ഉപയോഗിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു കണ്ടെത്തൽ നമുക്ക് ഈ പറഞ്ഞ ആളുകളെ വിളിച്ചു ചോദിക്കാനും പറ്റില്ല. ആരെങ്കിലും വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇയാൾ കൃത്യം ചെയ്തോ എന്ന് നമുക്കറിയില്ല. മറ്റ് തെളിവുകളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു നമ്പർ, ആ നമ്പറിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി അതിൻ്റെ നമ്മളിപ്പോൾ അങ്ങനെയുള്ള നമ്പറുകൾ എടുക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അതിൻ്റെ CDR എടുക്കില്ലേ. CDR എടുക്കുമ്പോൾ അതിൽ ബാങ്ക് SMS കാണും, ബാങ്ക് SMS. അങ്ങനെ കാണുന്ന ആ ബാങ്ക് SMS കേന്ദ്രീകരിച്ച് അത് ഏത് ബാങ്കിൻ്റെയാണെന്ന് നോക്കി ആ ബാങ്കിൽ ഈ നമ്പർ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവരടിച്ച് നോക്കി അവർക്ക് അറിയാം ഈ നമ്പറിൻ്റെ ഉടമ. അപ്പോൾ അവിടെ നമുക്ക് ഫോട്ടോ കിട്ടും. അപ്പോൾ ആ ഫോട്ടോ കിട്ടുമ്പോൾ ആ ഫോട്ടോ ഈ ഫോട്ടോ ആ ID ഒന്നാണെന്ന് തെളിഞ്ഞാൽ ഇത് ബാങ്കിൻ്റെ ആൾ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല ആ ബാങ്കിൻ്റെ അക്കൗണ്ട് പ്രകാരം പിന്നീട് ക്യാഷ് വിഡ്രോ ചെയ്യുന്ന ATM ഉപയോഗിക്കുന്നതൊക്കെ ഇയാൾ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ടും ഈ ഉപയോഗിക്കുന്ന ആൾ അതാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ പരിശോധന നടത്തിയപ്പോൾ ഇത് രണ്ടും കാഫിൽ പറയുന്ന അല്ലെങ്കിൽ ഫോണിൻ്റെ അഡ്രസ്സിൽ പറയുന്ന അതേ ആളാണ് ഈ ഫോൺ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ബോധ്യപ്പെട്ടു. അയാളുടെ ഫോട്ടോ കിട്ടി. എറണാകുളത്ത് പോയി. പക്ഷേ അയാളുടെ വീട്ടിലോ നമുക്ക് ആ അഡ്രസ്സിലോ പോയി അന്വേഷിക്കാൻ പറ്റില്ല. കാരണം അന്വേഷിച്ച് കഴിഞ്ഞാൽ അയാൾ സ്ഥലത്തില്ല, അല്ലെങ്കിൽ സ്ഥലത്തുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. കാരണം ലൊക്കേഷൻ മഹാരാഷ്ട്രയിലേ കിടക്കുന്നത്. ചാവക്കാട് ഭാഗത്ത് എളവള്ളി പറഞ്ഞ സ്ഥലത്തുള്ള ബാലൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ബാലൻ നമുക്കുള്ള അഡ്രസ്സാണ്. അതാണ് നമ്മൾ കേസിലെ പ്രതി അയാളാണ്. പക്ഷേ ആ ബാലൻ എന്ന് പറഞ്ഞ അഡ്രസ്സാണ്. ആ അഡ്രസ്സുകാരനെ തപ്പിയപ്പോൾ നമ്മളിതിൻ്റെ ലൊക്കേഷനിലേക്കാണ് പിന്നെ യാത്ര തിരിക്കുന്നത്. മഹാരാഷ്ട്രയിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് നമ്മൾ 2-3 പേര്, ഞാനും എൻ്റെ ഒപ്പമുള്ള ഹബീബ്, അതേമാതിരിക്ക് മറ്റൊരു പോലീസുകാരനൊക്കെ കൂടിയിട്ട് ഞങ്ങൾ 3 പേര് മഹാരാഷ്ട്രയിലേക്ക് ട്രെയിനിൽ യാത്ര തിരിക്കുക. ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ മാറിയിരിക്കും. അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. അതിൻ്റെ ലൊക്കേഷൻ മാറി ഇങ്ങനെ കേരളത്തിൻ്റെ തമിഴ്നാട് ഭാഗത്തേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ലൊക്കേഷൻ നോക്കി തിരിച്ചു വരികയാണോ അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പോവുകയാണോ, ഞങ്ങൾ അതിനനുസരിച്ച് ഞങ്ങൾ മൂവ് ചെയ്യണമെന്ന് കരുതിയിട്ട് ഞങ്ങളിങ്ങനെ ആ ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് തിരിച്ചു വരുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളും അങ്ങോട്ട് ട്രെയിനിൽ കയറി. അയാളുടെ ലൊക്കേഷൻ തിരിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു, തമിഴ്നാട്ടിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുന്നു. ആന്ധ്ര കഴിഞ്ഞു തമിഴ്നാട്ടിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളും അങ്ങോട്ട് കയറി. അപ്പോൾ ആ ലൊക്കേഷനും ഇയാളുടെ ടവർ ലൊക്കേഷനും രണ്ടും പരിശോധിച്ച് നോക്കുമ്പോൾ ആ ലൊക്കേഷൻ ഒരു ട്രെയിൻ പോകുന്ന ട്രാക്കാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഉടനടി ആ സമയത്ത് ആ ലൊക്കേഷനിൽ വരുന്ന കേരളത്തിലേക്കുള്ള ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ 2 ട്രെയിനുകൾ കാണപ്പെട്ടു. അതിൽ ഒരു ട്രെയിനിൻ്റെ ലൊക്കേഷനും ഇയാളുടെ ഫോൺ ലൊക്കേഷനും ഒരേപോലെ വരുന്നുണ്ട്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ലൊക്കേഷൻ വരുന്നതും ഇയാളുടെ ലൊക്കേഷൻ വരുന്നതും ഒരേപോലെ ആയപ്പോൾ ആ ട്രെയിൻ ഏതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഉടനടി ആ ട്രെയിനിൻ്റെ റിസർവേഷൻ ചാർട്ട് എടുത്തു. ഇതൊക്കെ ഓൺലൈനിൽ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ഒക്കെ വിളിച്ച് പറഞ്ഞ് അപ്പോൾ റിക്വസ്റ്റ് എടുത്ത് അതിൻ്റെ റിസർവേഷൻ ചാർട്ടിലൊന്നും ഈ ബാലൻ എന്ന് പറഞ്ഞ ആളെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. ആ ലൊക്കേഷൻ ഇങ്ങോട്ട് വരുന്നു, ട്രെയിനിൻ്റെ ലൊക്കേഷൻ ഇങ്ങോട്ട് വരുന്നു. പിന്നീട് ഞങ്ങൾ മൊബൈലിൻ്റെ ലൊക്കേഷനും ട്രെയിനിൻ്റെ ലൊക്കേഷനും ഒന്നായപ്പോൾ പിന്നെ ട്രെയിനിൻ്റെ ലൊക്കേഷൻ മാത്രം എടുത്തു. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും അവൻ സേലത്തെത്തി. ഞങ്ങൾ കോയമ്പത്തൂരും കഴിഞ്ഞ് ഈറോഡ് എത്തിയപ്പോൾ മനസ്സിലായി ഈ സാധനം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കിട്ടില്ല. ഞങ്ങൾ ഈറോഡ് ഇറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലൊക്കേഷൻ ട്രെയിൻ കിട്ടില്ല എന്ന് മനസ്സിലായി. ഞങ്ങൾ ഈറോഡ് ഇറങ്ങി. അപ്പോൾ ഇത് ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് വരുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഈ റിസർവേഷനിലൊന്നും ചാർട്ടിലൊന്നും അയാളുടെ പേരില്ല. പറഞ്ഞാൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഏതൊരു ട്രെയിനിൻ്റെയും പുറകിലും ഫ്രണ്ടിലും ആയിരിക്കും. ഞങ്ങൾ 2 പേര്, ഒരാൾ പുറകിലും നിന്നു, ഒരാൾ ഫ്രണ്ടിലും നിന്നു, ഒരാൾ പുറകിലും നിന്നു. ഫ്രണ്ട് വരെ പാസ് ചെയ്ത് വിടുമ്പോൾ ലോക്കൽ ട്രെയിനിൻ്റെ ഒരു പുറകിലെ കമ്പാർട്ട്മെൻറ്റ് പാസ് ഇങ്ങനെ ചെയ്ത് നിർത്താൻ പോകുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സൈഡിലിരിക്കുന്ന ആളുടെ ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഞങ്ങൾ വേഗം ട്രെയിനിൽ കയറി. ഒരു ടീം ഫ്രണ്ടിലും കയറി, ഞങ്ങൾ 2 പേർ ഈ കമ്പാർട്ട്മെൻറ്റിലും കയറി. കമ്പാർട്ട്മെൻറ്റിൽ നല്ല തിരക്കുണ്ട്. അയാൾ അവിടെ ഇരിക്കുന്നു, ഞങ്ങൾ അയാളുടെ അടുത്ത് നിൽക്കുന്നു, ആ കമ്പാർട്ട്മെൻറ്റിലും നിൽക്കുന്നു. അവിടുന്ന് ഞാൻ എൻ്റെ ഫോണിലൊന്ന് മെല്ലെ വിളിച്ചു, റിങ് ചെയ്തു, ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ ആ ഫോണും അയാളെന്ന് മനസ്സിലായി. യാത്ര തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. തിരിച്ച് ഇങ്ങനെ കോയമ്പത്തൂരെത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഞങ്ങളവിടെ ഇരുന്നു. ഇയാളുടെ അപ്പുറത്ത് ഒരാൾ ഫ്രണ്ടിലിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ ഞങ്ങൾ പോയിട്ട് മറ്റേ കമ്പാർട്ട്മെൻറ്റിൽ പോയ ആളോട് പറഞ്ഞു ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഒരു കോയമ്പത്തൂരിൽ നിന്ന് അവരും വന്ന് കയറി. യാത്ര വീണ്ടും തുറന്നു. പാലക്കാട് എത്തിയപ്പോൾ ഇയാൾ എണീറ്റപ്പോൾ ബാല എന്ന് ഞാൻ വിളിച്ചു. എന്തേ എന്ന് പറഞ്ഞു. അപ്പോൾ യാതൊരു സംശയമില്ല, ഞങ്ങൾക്കൊന്നുമില്ല. അയാൾ എണീറ്റ് ഇറങ്ങാൻ പോകുമായിരുന്നു, അയാളുടെ ബാഗൊക്കെ എടുത്തിട്ട്.
പിടിച്ചവിടെ ഇരുത്തി. അവിടെ ഇരുന്നു. എന്തായിരുന്നു അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. അവിടെ ഇരുത്തി. ആൾക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ആളെ അവിടെ പിടിച്ചിരുത്തി നേരെ വിലങ്ങ് വെച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, വിലങ്ങ് വെച്ചു. അപ്പോഴാണ് ഈ പരിസരത്തിരിക്കുന്ന ആളുകളൊക്കെ ഇത് പോലീസാണെന്നും ഇതിങ്ങനെ കാര്യങ്ങൾ എല്ലാവരും അമ്പരന്ന് പോയി, എല്ലാവരും ഓടി എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അയാൾ വിലങ്ങ് വെച്ചു, മിണ്ടായിരുന്നു. അയാളൊന്നും മിണ്ടിയില്ല. ഈ ബാലൻ എന്ന് പറഞ്ഞ ആൾ ഒന്നും മിണ്ടിയില്ല. അയാൾ ഒരു എക്സ് മിലിറ്ററിയാണ്. എക്സ് മിലിറ്ററി എന്ന് മാത്രമല്ല, അയാൾ പിന്നീട് ആന്ധ്രയിലോ എവിടെയോ സർവീസിൽ മറ്റേ ഇലക്ട്രിസിറ്റി ബോർഡിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അവിടെ നിന്ന് റിട്ടയർഡായി കുടുംബത്തിൽ എന്തോ പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെ ഏകാന്തനായിട്ട് താമസിച്ച് നടന്നുകൊണ്ടിരിക്കുക. ലോഡ്ജുകൾ താമസിക്കും, ഇങ്ങനെ യാത്ര ചെയ്യും, പിന്നെ ലോഡ്ജുകൾ കഴിക്കും, മദ്യപിക്കും, ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ആയിട്ട് നടക്കുക. അങ്ങനെ കൊണ്ടുവന്നു. അയാളെ നേരെ ഷൊർണൂർ വന്നു. ഷൊർണൂർ ഇറങ്ങി നേരെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഒന്നും ചോദിക്കേണ്ടി വന്നില്ല. അയാളുടെ ബാഗ് ഞങ്ങളൊന്ന് പരിശോധിച്ചപ്പോൾ ബാഗിൽ ഈ സ്ത്രീയുടെ മൊബൈൽ ഫോണും സ്ത്രീയുടെ ആഭരണങ്ങളുണ്ട്. കഷ്ടകാലത്തിന് ഈ സ്ത്രീയുടെ ആഭരണങ്ങളൊക്കെ ഇമിറ്റേഷനാണ്, എല്ലാം റോൾഡ് ഗോൾഡായിരുന്നു. അത് സ്വർണ്ണാണെന്ന് കരുതിയിട്ടാണ് ഇയാൾ ഈ കൃത്യം ചെയ്തത്. അയാളോട് ഒന്നും ചോദിക്കേണ്ടേ വന്നില്ല. ഇതൊക്കെ കണ്ടു. അയാൾ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് വളരെ ക്ലിയറായിട്ട് കുറ്റകൃത്യം പറഞ്ഞു. ഒരു സംഭവത്തിൻ്റെ ഒരു 8-10 ദിവസം മുമ്പ് ഇയാൾ വടക്കാഞ്ചേരി പോയപ്പോൾ ഈ സ്ത്രീ അവിടെ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ വടക്കാഞ്ചേരി വെച്ച് കണ്ട് പരിചയപ്പെട്ടതാണ്. അവിടെ എത്തിയ സ്ത്രീയെ പരിചയപ്പെട്ടു. അങ്ങനെ ഇവർ തമ്മിൽ കമ്പനിയായി. പിന്നീട് ഇയാളുടെ വീട്ടിലേക്ക്, ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് ഇയാളെ ക്ഷണിച്ചു. അയാളവിടെ വന്നു, മദ്യം കഴിച്ചു, ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടു. അങ്ങനെ കാര്യങ്ങൾ അവരുമായി കുറേ ദിവസം, അന്നത്തെ ദിവസം അവിടെ നിന്നു. അങ്ങനെയാണ് ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടത്. ഈ സ്ത്രീ ആരുമായിട്ടും പെട്ടെന്ന് കയറി ബന്ധപ്പെടുന്ന ഒരു സ്വഭാവക്കാരിയാണ്. അത് പ്രകാരമാണ് ഇയാൾ ഈ സ്ത്രീയെ പരിചയപ്പെടുന്നു വടക്കാഞ്ചേരി വെച്ചിട്ട്. അങ്ങനെ ഒരൊറ്റ ഗ്ലാൻസിൽ കാണുന്നു, പരിചയപ്പെടുന്നു, വരുന്നു, അത്രയേ ഉള്ളൂ. ആ ഒരു വരലും അതിനോട് കൂടി സംസാരിച്ച് അന്നത്തെ ഒരു ദിവസം അവിടെ നിന്നു. പിന്നീട് അയാൾ പോയി. പിന്നെ വീണ്ടും അടുത്ത ദിവസം അയാൾ ഇതേമാതിരിക്ക് വിളിച്ച് വരുത്തി. അയാൾ വന്ന് മദ്യപിച്ചു. രണ്ടുപേരും കൂടി ഇരുന്ന് മദ്യപിച്ച് ഒരു ശാരീരബന്ധത്തിലൊക്കെ ഏർപ്പെട്ടതിന് ശേഷമാണ് ഇയാൾ ഈ കൃത്യം ചെയ്യുന്നത്. അവിടെ ഇരുന്ന ഒരു ഒരൽ എന്തേലും പറയാം, അമ്മിക്കോഴല്ലേ, അമ്മിക്കോഴ എടുത്തിട്ടാണ് ഇടിച്ച് കൊല്ലുന്നതെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് അവർ കൊല്ലപ്പെടുത്തി. ആഭരണങ്ങളൊക്കെ എടുത്ത് അവിടുന്ന് നേരെ എറണാകുളത്ത് വന്ന് വീട്ടിൽ അവരുടെ മകളുമായിട്ടൊക്കെ വിട്ട് താമസിക്കുക, ഭാര്യയുമായിട്ടൊക്കെ വിട്ട് താമസിക്കുക. അയാൾ അവിടെയൊക്കെ വന്ന് മകനോടൊക്കെ വെറും മകനായിട്ട് ബന്ധമുണ്ട്. ആ മകനായിട്ടൊക്കെ സംസാരിച്ച് നേരെ തിരിച്ച് വീണ്ടും അയാൾ മഹാരാഷ്ട്രയിലേക്ക് പോയതാണ്. പിന്നെയാണ് തിരിച്ചു വരുന്നത്. ഇതാണ് അയാൾ പറയുന്ന കഥ. ഇതാണ് ആ കേസിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് യാതൊരു ഇതുമില്ല. ഈ സ്ത്രീയുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് ഇയാൾ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ കണ്ടപ്പോൾ ഇത് സ്വർണ്ണാഭരണമാണെന്ന് കരുതി അത് മോഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കൊലപാതകം നടത്തിയിട്ടുള്ളത്. ഈ കേസ് ഇപ്പോൾ ട്രയലിൽ വന്നിട്ടില്ല. ഇപ്പോൾ കേസ് കോടതിയിൽ പെൻഡിങ് ട്രയലാണ്. ഇനി ട്രയലിൽ വരാനുണ്ട്. മറ്റ് നിയമ നടപടികളൊക്കെ സ്വീകരിക്കാനുണ്ട്. പ്രതിയുടെ പേരിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ നിൽക്കുന്നുള്ളൂ. ബാക്കി പിന്നീടിപ്പോൾ ഞാൻ സർവീസിലില്ലാത്തതിൻ്റെ പേരിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അതിനറിയില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ട്രയൽ വരുമ്പോഴും മറ്റുള്ള കാര്യങ്ങൾക്കാണ് നമുക്ക് ഇനി പോകേണ്ടി വരുള്ളൂ കോടതികളിലേക്ക്. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം. പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം, ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ, ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും, നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും, ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും, സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ, അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര, ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം, ഓസ്ട്രിയൻ ഗ്രാമഭംഗി, സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ, ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും, പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. 2014 ഞാൻ തൃശ്ശൂർ SP സ്ക്വാഡിലായിരിക്കുമ്പോൾ തന്നെ ചേലക്കര പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ വെങ്ങാനല്ലൂർ വില്ലേജ് ഓഫീസിനടുത്തുള്ള 40 വയസ്സോളം പ്രായമുള്ള സീനത്ത് എന്ന് പറഞ്ഞ ഒരു വീട്ടമ്മയെ കാണാതാവുന്നു. അതുമായി ബന്ധപ്പെട്ട് ചേലക്കര പോലീസ് ഒരു കേസ് മാൻ മിസ്സിംഗ് രജിസ്റ്റർ ചെയ്യുന്നു, അന്വേഷണം നടത്തുന്നു. മാസങ്ങളോളം ആ കേസ് അന്വേഷണം നടത്തി യാതൊരു തുമ്പും കിട്ടുന്നില്ല. അങ്ങനെ കേസ് പെൻഡിങ് വരുന്നു.
ബഹുമാനപ്പെട്ട DGP അവരുടെ നിർദ്ദേശപ്രകാരം മാൻ മിസ്സിങ്ങിൽ കാണാതാവുന്ന സ്ത്രീകളെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഗൗരവമായി അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളും മറ്റും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട SP അദ്ദേഹം ചേലക്കര സ്റ്റേഷൻ അതിർത്തിയിൽ ഇങ്ങനെ ഒരു കേസ് റിപ്പോർട്ടായിട്ടുണ്ടെന്നും അത് വളരെ ഗൗരവമുള്ള ഒരു കേസാണെന്നും അതിലെന്തൊക്കെയോ ദുരൂഹതകളും സംശയങ്ങളും ഉണ്ടെന്നും നിങ്ങളത് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് DYSPയുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ചേലക്കര CI ആണെങ്കിൽ തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള സ്ക്വാഡ് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ കേസിൽ അന്ന് എൻ്റെ ആ പെൺകുട്ടിയുടെ ആ സ്ത്രീയുടെ കോൾ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോൾ സംഭവ ദിവസം ഈ സ്ത്രീ വെങ്ങാനല്ലൂരിൽ നിന്ന് നേരെ ചേലക്കര വരുന്നു, ചേലക്കരയിൽ നിന്ന് നേരെ തൃശ്ശൂർ പോകുന്നു, തൃശ്ശൂരിൽ നിന്ന് ചാവക്കാട് പോകുന്നു, ചാവക്കാട് കടപ്പുറത്ത് വെച്ചിട്ട് ഈ മൊബൈൽ സ്വിച്ച് ഓഫാണ്, പിന്നെ കോളില്ല. പക്ഷേ അതിൻ്റെ B പാർട്ടി കോൺടാക്റ്റുകളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചാവക്കാട് കടപ്പുറത്ത് മീൻ പിടിക്കാനൊക്കെ പോകുന്ന ഫിഷർമാനായിട്ടുള്ള ഒരു റഫീഖ് എന്ന് പറഞ്ഞ ഒരാളായിട്ടുള്ള കോൺടാക്റ്റാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഈ സംഭവ ദിവസം ഈ കുട്ടിയെ സ്ത്രീയെ കാണാതാകുന്ന അന്ന് റഫീഖ് ചേലക്കരയിൽ വന്നതായിട്ടും കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് ലോക്കൽ പോലീസ്, അന്ന് സ്റ്റേഷനിലെ പോലീസ് കൂടുതൽ ഈ റഫീഖിനെ വിളിച്ച് ചോദ്യം ചെയ്യുകയുണ്ടായിട്ടുണ്ട്. റഫീഖ് പറയുന്നത്, ഞാൻ ആ സ്ത്രീയെ അറിയും, അവരുമായി ഫോണിൽ സംസാരിക്കാറുണ്ട്, അന്നത്തെ ദിവസം അവർ വിളിച്ചിരുന്നു, ഞാൻ വന്നു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി, അവരെങ്ങോട്ടാണ് പോയെന്ന് എനിക്കറിയില്ല, അവരുമായിട്ട് ഞാൻ പിന്നീട് ഒരു ബന്ധമില്ല, അവരെ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ കൂടെ അവർ വന്നിട്ടില്ല, അത്രയ്ക്കുള്ള ബന്ധങ്ങളൊന്നും ഞങ്ങളില്ല തുടങ്ങിയിട്ടുള്ള ഒരു കോൾ ഡീറ്റെയിൽസിന് അനുസരിച്ചിട്ടുള്ള ഒരു മൊഴികളല്ല അദ്ദേഹത്തിൻ്റെ കിട്ടിയത്. അങ്ങനെ പോലീസ് അത് സ്റ്റേഷൻ പോലീസ് അങ്ങനെ കുറച്ച് അന്വേഷിച്ചു, യാതൊരു തുമ്പും കിട്ടിയില്ല, അങ്ങനെ നടന്നു. ഞങ്ങളിത് കയറി അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് ചോദ്യം ചെയ്തതിൽ ഈ ഒരിക്കൽ പറഞ്ഞ മൊഴിയിൽ നിന്നും വീണ്ടും വ്യത്യസ്തമായ മൊഴിയിൽ മൊത്തം വൈരുദ്ധ്യങ്ങൾ, എന്നാൽ ഈ കേസിനെ കുറിച്ചിട്ടോ ഇതിന് മറ്റുള്ള യാതൊരു കാര്യങ്ങളും പറയുന്നില്ല. അങ്ങനെ കേസ് കൂടുതൽ പോലീസ് സംഭവ സ്ഥലത്ത് പോയി, ചാവക്കാട് പോയി ഞങ്ങൾ അന്വേഷണം തുടങ്ങിയപ്പോൾ കേസിൽ ചില വഴിത്തിരിവുകളൊക്കെ വന്നു. ഈ സംഭവം റഫീഖിൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അപ്പുറത്ത് മാറി കടപ്പുറത്ത് 2 ജോഡി ചെരുപ്പുകൾ കിട്ടി. ഞങ്ങളതിനെക്കുറിച്ച് അന്വേഷിച്ചു. ആ ചെരുപ്പ് അവരുടെ ബന്ധുക്കളെ ഐഡൻറ്റിഫൈ ചെയ്തു, അത് കാണാതായ സീനത്തിൻ്റേതാണെന്ന് ബോധ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും റഫീഖിനെ ചോദ്യം ചെയ്തോളും. റഫീഖ് പഴയ മൊഴിയിൽ തന്നെ ഉറച്ചു നിന്നു. റഫീഖ് യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യത്തിൽ പോലെ അവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെങ്കിലും നമുക്ക് അവനെ അറസ്റ്റ് ചെയ്യാനോ അവനെ കൂടുതൽ ചോദ്യം ചെയ്യാനോ മറ്റുള്ള യാതൊരു എവിഡൻസുകളും കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾക്ക് പൂർണ്ണമായി ഉറപ്പുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ റഫീഖിന് എന്തോ ബന്ധമുണ്ട് എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് വെച്ച് ഞങ്ങൾ റഫീഖിനെ അവനറിയാതെ അവനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു നിരന്തരമായി. ഇടയ്ക്കിടയ്ക്ക് ദിവസങ്ങളിൽ ഞങ്ങൾ ഈ കടപ്പുറത്ത് ചെല്ലും, അവൻ്റെ വീടിൻ്റെ പരിസരത്ത് ചെല്ലും, അവനറിയാതെ രാത്രി കാലങ്ങളിൽ അവനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഇവൻ മിക്കവാറും കടലിൽ പോയി തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ദിവസങ്ങളിൽ ഈ കടപ്പുറത്തിരിക്കും. കടപ്പുറത്തിരുന്ന് കടലിലേക്ക് ഇങ്ങനെ നോക്കി വളരെ എന്താ പറയുക വിദൂരലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാം. ഞങ്ങൾ അപ്പുറത്ത് മാറി ഇവനെ നിരീക്ഷിച്ചിട്ടിരിക്കും. നമുക്ക് പിടിക്കാനോ അവനെ ചോദ്യം ചെയ്യാനോ പറ്റുന്ന ഒരു അവസ്ഥയല്ല. കാരണം അവൻ കടപ്പുറത്ത് വന്നിരിക്കുകയാണ്, അവനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. മറ്റു തെളിവുകളൊന്നുമില്ല, നിരന്തരമായി അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ നിരന്തരമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഉദ്ദേശം ഒരു 2 കൊല്ലത്തോളമായി. 2 കൊല്ലത്തിന് ശേഷം ഇതുമാതിരിക്ക് ഒരു രാത്രി ഞങ്ങൾ ഇവനെ നിരീക്ഷിക്കുന്നതിനായി പോയി. അന്നും പതിവ് പോലെ മുമ്പ് കണ്ട പോലെ തന്നെ അവൻ കടപ്പുറത്ത് വളരെ അർദ്ധരാത്രി വളരെ വൈകി ഒരു 2 മണിയോടുകൂടിയുള്ള സമയത്ത് അവൻ കടപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നു കണ്ടു. അപ്പോഴേക്കും അവൻ വളരെ പക്വത വന്ന് അല്ലെങ്കിൽ പാകപ്പെട്ടിരുന്നു എല്ലാ കാര്യത്തിലും എന്നാണ് എനിക്ക് അവൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലായത്. അവൻ വളരെ പാകപ്പെട്ടിരുന്നു. അവൻ്റെ പഴയ ഇതൊക്കെ ഗംഭീരവും ഗൗരവമൊക്കെ പോയിരിക്കുന്നു. കുറ്റബോധം അവനെ വളരെ അലട്ടിയിരുന്നു എന്ന് തോന്നുന്നു. കുടുംബത്തെ പ്രശ്നങ്ങൾ എല്ലാം കൊണ്ടും അവനെ അലട്ടിയിരുന്നു. കാരണം അവൻ്റെ വീടൊക്കെ ലേലത്തിലേക്ക് വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഈ കടപ്പുറത്ത് തന്നെ ഇരിക്കുമ്പോൾ അത് തന്നെ അവൻ്റെ പക്വത അല്ലെങ്കിൽ പദം വന്നിരിക്കുന്നു അവനെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ പേരിൽ അന്ന് രാത്രി മുമ്പ് പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അവനെ പിടിക്കാനോ അവന് മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും നിന്നിട്ടില്ല, അവനെ നിരീക്ഷിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ലാസ്റ്റ് 2 കൊല്ലത്തോടടുത്തിട്ടുള്ള ഈ സമയത്ത് അവനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി അവൻ പാകപ്പെട്ടു എന്ന്. ഞങ്ങൾ ഒന്നും കരുതിയില്ല. അവനെ പോയി അവൻ്റെ പുറത്ത് കൊട്ടി റഫീഖ് എന്ന് വിളിച്ചു. അപ്പോൾ പാതിര നേരത്തെ അവൻ ഇങ്ങനെ
ഈ ഉറങ്ങാതെ വല്ലാത്തൊരവസ്ഥയിൽ കടപ്പുറത്തിരിക്കുകയല്ലേ. അവൻ ഞെട്ടി ഉണർന്നു. ഞങ്ങളാണ്, അഷ്റഫ് സാറും ഹബീബ് സാറുമാണ് വണ്ടി കയറിയെന്ന് പറഞ്ഞു. ഒരു കൊച്ചുകുട്ടിയെ പോലെ മറ്റൊന്നും പറയാതെ എതിർക്കാതെ മുമ്പുണ്ടായിരുന്ന അവൻ്റെ പ്രകൃതത്തിന്, അവനെ ചോദ്യം ചെയ്യുമ്പോൾ അവൻ കാണിച്ചിരുന്ന അവൻ്റെ ധാർഷ്ട്യത്തിനും ഇതിനൊന്നും നിൽക്കാതെ അവനൊരു കൊച്ചുകുട്ടിയെ പോലെ വേറെ ജീപ്പിൽ കയറി. അങ്ങനെ ഞങ്ങൾ അവനുമായി നേരെ DYSP ഓഫീസിലേക്ക് വന്നു. അവിടെ വന്നു. കൂടുതലൊന്നും പറയേണ്ടി വന്നില്ല. ഇൻട്രോഗേഷൻ റൂമിലും എത്തി. ഇവനോട് അന്ന് തന്നെ രാത്രി പുലർച്ചെ ആ സമയത്ത്, റഫീഖെ, ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞോ, കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, എല്ലാം മനസ്സിലായിട്ടാണ് വന്നിരിക്കുന്നത്, ഇനി നിൻ്റെ പഴയ മൊഴികളൊന്നും നടക്കില്ല, കാര്യങ്ങൾ സത്യസന്ധമായി പറയണം, നിന്നെ ഞങ്ങൾ ഇത്രയും കാലം നിരീക്ഷിക്കുകയായിരുന്നു, ഇപ്പോൾ എല്ലാ തെളിവുകളും നിനക്കെതിരെ കിട്ടിയിട്ടുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റ് എങ്ങനെയാണോ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എന്ന് പോലെ പറഞ്ഞ പോലെ ഒരു ബ്രെയിൻ വാഷിങ് ഒരു മെത്തേഡിലേക്കുള്ള ഒരു സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു, സാർ എനിക്കിനിയൊന്നും മറച്ചു വയ്ക്കാനോ പറയാതിരിക്കാനോ ഒന്നുമില്ല സാർ, ഞാനെല്ലാം പറഞ്ഞോളാം. എല്ലാ കൺഫെഷൻ മൂഡുകളും, എല്ലാ പ്രതികളുടെയും ഒരു കൺഫെഷൻ മൂഡ് ഒരു പ്രത്യേകതയാണ്. അത് അവൻ്റെ അവസാനത്തെ ഒരു എല്ലാത്തൊരവസ്ഥയിൽ പറയുന്നൊരു വാക്കായിരിക്കും കൺഫെഷൻ മൂഡ്, കുറ്റബോധത്തിൽ നിന്നുണ്ടാകുന്നത്. അങ്ങനെയൊക്കെയുള്ള ചില ഇതുണ്ടാകും. അപ്പോൾ അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ കൂടെ വന്നിരുന്നു സാർ, ഞാൻ അവൻ്റെ കൂടെ അന്ന് ചേലക്കര വന്നതിന് ശേഷം എൻ്റെ കൂടെയാണ് അവൾ ഇവിടെ വന്നു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിരന്തരമായിട്ട് എന്നിൽ നിന്ന് ഒരുപാട് പൈസ ആ സ്ത്രീ പറ്റിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം അതേമാതിരിക്ക് തൃശ്ശൂർ വെച്ചിട്ട്, ആശുപത്രിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. ആ പരിചയം, സൗഹൃദം പിന്നെ വർദ്ധിച്ചു. അത് ഞങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിലേക്കായി, അത് ഞങ്ങൾ വഴിവിട്ട അടുപ്പത്തിലേക്കായി. അങ്ങനെ എൻ്റെ ഒരുപാട് സമ്പത്ത്, എൻ്റെ വീടടക്കം പണയം വെച്ചിട്ടുള്ള പൈസ അവർ എൻ്റെ അടുത്ത് നിന്ന് അപഹരിച്ചു. അങ്ങനെ ഞാൻ ഒന്നുമല്ലാതായി. വീണ്ടും പൈസ ചോദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്നത്തെ ദിവസം കടപ്പുറത്ത് വെച്ചിട്ട് ഞങ്ങൾ തമ്മിൽ ഇരുന്ന് അങ്ങനെ ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും അവൾ പൈസകൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കം ഉണ്ടായി. വാക്ക് തർക്കത്തിൽ ഞാൻ അടിച്ചു. അവൾ ബോധം കെട്ട് വീണു. പിന്നീട് ഞാൻ അവളുടെ ഷാൾ ഉപയോഗിച്ച് അവളെ സ്ട്രാങ്കുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ മറ്റേ ഈ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊലപ്പെടുത്തിയതിന് ശേഷം ആ മറ്റേ കുറ്റിക്കാട്ടിൽ, മറ്റേ ഈ എന്താ പറയുക, കാറ്റാടി മരങ്ങൾ നിറഞ്ഞ ഒരു കടപ്പുറത്തെ ഒരു കുറ്റിക്കാടാണ്. ആ കുറ്റിക്കാട്ടിൽ പൊന്തകൾക്കുള്ളിൽ അവളെ ഒളിപ്പിച്ച് പട്ടയിട്ട് മൂടി ഞാൻ അവിടുന്ന് പോന്നു വൈകുന്നേരം. പിന്നീട് രാത്രി വളരെ വൈകി ചെന്ന് അതിനെ കടപ്പുറത്തേക്ക്, കടലിൻ്റെ ഉൾഭാഗത്തേക്ക് അങ്ങോട്ട് ചെന്ന് ഒരു കുഴി മാന്തി അതിലിവിടെ കുഴിച്ചിട്ടിരിക്കുന്നു. പിന്നീട് ആ കുറ്റബോധം എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവളെ ഇടയ്ക്ക് കൊണ്ട് വന്നുകൊണ്ടിരുന്നു എന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനങ്ങനെ പൊട്ടി കരഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഞങ്ങൾ അന്ന് തന്നെ കാലത്ത് DYSPയോട് വിളിച്ചു പറഞ്ഞു, എല്ലാവരെയും വിളിച്ചു പറഞ്ഞു. SP അദ്ദേഹമൊക്കെ വന്നു. പ്രതിയുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയുമായി സംഭവ സ്ഥലത്ത് ചെന്ന് ഒരു JCB ഉപയോഗിച്ച് സ്ഥലമൊക്കെ മൊത്തം ഗാർഡ് ചെയ്തതിന് ശേഷം നാട്ടുകാരെയൊക്കെ എല്ലാവരും ഒഴിവാക്കി, എല്ലാം ഈ റിബൺ കെട്ടി അതിനെ പുറത്തേക്ക് നിർത്തി JCB ഉപയോഗിച്ച് ഈ പ്രതി പറഞ്ഞ സ്ഥലം കുഴിച്ചു നോക്കിയപ്പോൾ ഈ സീനത്തിനെ അവിടെ കുഴിച്ചിട്ടിരിക്കുന്നു. പർദ്ദ അണിഞ്ഞ സീനത്ത് ഉപ്പ് രസമൊക്കെ ഉള്ള മണ്ണായതിൻ്റെ പേരിൽ അധികം ഡീകമ്പോസിലായിട്ടുണ്ടായിരുന്നില്ല, അധികം ചുങ്ങിപ്പോയിരിക്കുന്നു. അങ്ങനെ 2 കൊല്ലമായിട്ടും അതങ്ങനെ ആ പർദ്ദയോട് കൂടിയിട്ട് അതിനെ പൊക്കിയെടുത്ത് ഇൻക്വസ്റ്റ് നടത്തി, മറ്റു നിയമ നടപടികളൊക്കെ നടത്തി. ആ സ്ത്രീയുടെ അനിയത്തി എന്നെ വിളിച്ചു വരുത്തി ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത് മറ്റു നടപടികളൊക്കെ ചെയ്തിട്ട് അതിനെ, അപ്പോൾ ഇൻക്വസ്റ്റ് അവിടെ തന്നെ വെച്ച് നടത്തി നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ മറ്റ് സ്ട്രാങ്കുലേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. കേസ് കുറേ കാലം അന്വേഷിച്ച് അതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ശേഖരിച്ച് പ്രതിയെ റിമാൻഡ് ചെയ്തതിന് ശേഷം കേസ് കുറച്ച് കാലത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കുകയുണ്ടായി. ആ കേസിലേക്ക് അന്ന് എനിക്കും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും DYSPക്കൊക്കെ ബാഡ്ജ് ഓഫ് ഓണർ ബഹുമതി സർക്കാരിൽ നിന്ന് DGPയിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ കുറേ കാലത്തിന് ശേഷം, ഒരു 2 വർഷം കഴിഞ്ഞു തോന്നുന്നുണ്ട്, പ്രതി ആത്മഹത്യ ചെയ്തതായിട്ട് പേപ്പറിൽ വായിക്കുകയുണ്ടായി. പ്രതി ആത്മഹത്യ ചെയ്തതിന് ശേഷം കുറച്ച് നാൾ, ഇപ്പോൾ ഈ 1 വർഷം മുമ്പ് വടക്കാഞ്ചേരി കോടതിയിലെ ഒരു അഡ്വക്കേറ്റിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കുകയുണ്ടായി. ഈ പ്രതിയെക്കുറിച്ച് എഴുതിയിരുന്നതും ഈ പ്രതി കേസിന് വന്നിരുന്നതും ഇവൻ്റെ ബോഡി ലാംഗ്വേജ്, ഇവൻ്റെ സംസാരങ്ങളും കറക്റ്റ് സമയത്തിന് എത്തിയിരുന്നതും വക്കീലിനോട് സംസാരിച്ചിരുന്നു. ഈ കേസിൻ്റെ ഹിസ്റ്ററി, കൺഫെഷൻ അനുസരിച്ചിട്ടുള്ള ഹിസ്റ്ററി പറഞ്ഞതൊക്കെ വക്കീൽ ഒരു കുറിപ്പായിട്ട് ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു.
അങ്ങനെ ഈ പ്രതി ഇതേമാതിരിക്ക് ഒരു തൃശ്ശൂരിൽ വെച്ച് പരിചയപ്പെട്ട്, ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ട്, ആ സൗഹൃദം വളർന്ന് ശാരീരിക ബന്ധത്തിലായി വളർന്ന് അത്രത്തോളം വളർന്ന് പിന്നെ അതൊരു ബാധ്യതയായി. അങ്ങനെ ആ ബാധ്യത അവരുടെ ജീവിതം കൊണ്ട് പോയി എന്നുള്ളതാണ് ഈ കേസിൻ്റെ മറ്റൊരു ഇത്. കാരണം ഇയാളുടെ വീടടക്കം പണയപ്പെട്ട് പൈസ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നീടും പൈസ ആവശ്യപ്പെട്ടിട്ട് അത് തർക്കത്തിലേക്ക് എത്തിയതാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. അതൊരു കൊലപാതകത്തിൽ എത്തിച്ചേർന്നത്. ആ കേസ് ഇപ്പോഴും പ്രതി സൂയിസൈഡ് ചെയ്തതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ അത് അബേറ്റ് ചെയ്തായി പോയിട്ടുണ്ടാവും. നിരന്തരമായി നാൻസിങ്ങിനെ ചോദ്യം ചെയ്തു. പിന്നീട് നാൻസിങ്ങിൻ്റെ കൂട്ടാളിയാണ് അല്ലെങ്കിൽ സുഹൃത്താണ് തൊട്ടടുത്ത കല്യാണ മണ്ഡപത്തിൽ ജോലി ചെയ്തിരുന്ന ദീപക് എന്ന് മനസ്സിലായി. ആ ദീപകിനെ കുറിച്ച് അന്വേഷിച്ചു. ആ ദീപക് ഇടയ്ക്കിടയ്ക്ക് നാൻസിങ്ങിൻ്റെ അടുത്ത് വരാറുണ്ടെന്നും മറ്റും അറിവായി. അങ്ങനെ ദീപകിനെ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോൾ ദീപക് 28-ാം തീയതി ദീപക് നാട്ടിൽ പോയിരിക്കുകയാണെന്ന് മനസ്സിലായി. ദീപകിൻ്റെ കോൾ ഡീറ്റെയിൽസും മറ്റും എടുത്തപ്പോൾ ദീപകിന് ചിറക്കൽ സ്കൂളിലെ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന ലളിത് എന്ന് പറഞ്ഞ ഒരു നേപ്പാളിയുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലായി.